പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ വലിയ രീതിയിൽ നിലപാട് ഘടിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പഹൽഗാമിലെ ഭീകരവാദികളുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. ആരാണ് ഇതിന് പിന്നിൽ, ഏതൊക്കെ സംഘടനകളാണ് ഇതിന് പ്രവർത്തിച്ചിരുന്നത് തുടങ്ങിയ വിവരങ്ങൾ ഇന്ത്യക്ക് വ്യക്തമായി ലഭിച്ചിരുന്നു. അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ സംഘടനകളാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വളർത്തുന്ന, പാകിസ്ഥാൻ എല്ലാവിധ സഹായങ്ങളും ചെയ്തു നൽകുന്ന ഭീകരവാദ സംഘടനകളാണ് പഹൽഗാമിൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുകയും 27 സാധാരണക്കാരുടെ ജീവൻ എടുത്തതും എന്നുമായിരുന്നു ഇന്ത്യയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും പ്രതിരോധങ്ങളും അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകളും എല്ലാം പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട് ഇന്ത്യ പാകിസ്ഥാനെ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുകൊണ്ട് മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരന്തരമായിട്ട് അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്നത്. വ്യോമാതിർത്തി ഉൾപ്പെടെ കടന്നുകൊണ്ടുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ നടന്ന ആക്രമണം അതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിരന്തരമായിട്ട് മിസൈലുകൾ അയക്കുന്നു. അതും ഹരിയാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ലോങ് ലാസ്റ്റ് മിസൈലുകൾ എത്തിയെന്ന് പറയുമ്പോൾ അത് വലിയ ഗൗരവതരമുള്ളൊരു വിഷയമാണ്. ദീർഘദൂര മിസൈലുകൾ ഹരിയാനയെ ലക്ഷ്യമാക്കി വരുന്നു. അതോടൊപ്പം തന്നെ ഡൽഹിയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നു എന്നെല്ലാം പറയുമ്പോൾ ഇനിയും നമ്മളുടെ തിരിച്ചടി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി കുറച്ചുകൂടി ശക്തമാക്കണം എന്നുള്ളൊരു സൂചന ഇതിലൂടെ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൂചന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാന് നിലവിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രഹരം അത് ഇരട്ടി പ്രഹരമായി നൽകേണ്ട ഒരു സാഹചര്യം ആ രാജ്യത്തുണ്ടാവുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ചേരാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ഇനിയും ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. പാകിസ്ഥാൻ ഏതായാലും നിലവിൽ ഇന്നലത്തെ ആക്രമണത്തിൽ അവരുടെ ഒരു പ്രതികരണം ഇതുവരെയും വന്നിട്ടില്ല. അവരുടെ പ്രധാന എയർബേസുകൾ ഉൾപ്പെടെ തകർക്കുന്നു, അത് ആക്രമിക്കുന്നു ഇന്ത്യ. അതിലൊരു പ്രതികരണം ഇതുവരെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെ, ഭീകരരുടെ ലോഞ്ച് പാഡുകൾ ഉൾപ്പെടെ ഇന്ത്യൻ സേന തകർത്തു. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ സേന പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ സേന ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഇപ്പോൾ പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം പാകിസ്ഥാൻ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി എന്ന നിലയിൽ പാകിസ്ഥാന്റെ എയർബേസുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഏതായാലും പാകിസ്ഥാനിലെ സിവിലിയൻസിന് ഒരു ഘട്ടത്തിൽ പോലും ലക്ഷ്യം വെച്ചിട്ടില്ല. സിവിലിയൻസിനെ ആക്രമിക്കണമെന്ന് ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. ഇന്ത്യയുടെ ആക്രമണമെല്ലാം ഭീകരവാദത്തിനെതിരെയായിരുന്നു, തീവ്രവാദ സംഘടനകൾക്കെതിരെയായിരുന്നു, അവരുടെ ക്യാമ്പുകൾക്കും അവരുടെ കേന്ദ്രങ്ങൾക്കുമെല്ലാം എതിരെയായിട്ടായിരുന്നു പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. എന്നാൽ പാകിസ്ഥാൻ നേരെ തിരിച്ചാണ്. പാകിസ്ഥാന്റെ പ്രകോപനവും ആക്രമണ ശ്രമങ്ങളുമെല്ലാം ഇന്ത്യയിലെ സിവിലിയൻസിന്, സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആരാധനാലയങ്ങളെ ഉൾപ്പെടെ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ജമ്മുവിൽ നിന്ന് വരുന്നുണ്ട്. ഈ ആക്രമണത്തിൽ രജൌരിയിൽ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു, വാഹനങ്ങൾ തകരുന്നു, കടകൾ ഉൾപ്പെടെ കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്, കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു അവസ്ഥ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അടിയന്തരമായി ആ യോഗം ചേരാനും ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ഔദ്യോഗിക വസതിയിൽ ചേരുക. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കുമെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി നിലവിൽ ഔദ്യോഗിക വസതിയിലാണുള്ളത്. ഇന്നലെ രാത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെ ഈ വസതിയിലെത്തി പ്രധാനമന്ത്രിയെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി ഓരോ സെക്കൻഡിലെയും ആ സ്ഥിതി വിലയിരുത്തുന്നുണ്ട്, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്, സേനാ മേധാവിമാരുമായി ബന്ധപ്പെടുന്നുണ്ട്. സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമെല്ലാം പ്രധാനമന്ത്രി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പകൽ അതിനിർണായകമാണ്. പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഇന്ത്യക്കും അതിനിർണായകമാണ്. പാകിസ്ഥാനിൽ യോഗം ചേരുന്നു, സമാനമായി ഇന്ത്യയിലും യോഗം ചേരുന്നു. പാകിസ്ഥാന്റെ 3 എയർബേസുകൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നു. അതിൽ പാകിസ്ഥാന്റെ പ്രതികരണം എന്തായിരിക്കും? ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചു.